സൗത്ത് ആഫ്രിക്കയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം പറയും നമ്മുടെ ഫാമിലി തന്നെയാണ്, അല്ലെ അച്ഛനും അമ്മ ഏട്ടൻ അവരൊക്കെയാണ്. എന്നാലും അതിന് ശേഷം എനിക്ക് പറയാൻ പറ്റുന്ന ആദ്യത്തെ സാധനമാണ് നമ്മുടെ കടപ്പലഹാരങ്ങൾ. അപ്പോൾ പഴംപൊരി, ഉള്ളിവട, ഉഴുന്നുവട ഈ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അമ്മ ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നല്ല അടിപൊളി പഴംപൊരിയും അമ്മയുടെ അവിടുത്തെ കമ്പനിയിലെ ക്യാൻറ്റീനിൽ നല്ല പഴംപൊരിയൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ. അപ്പോൾ പഴംപൊരിയും ഉള്ളിവട, ഉഴുന്നുവട, ബ്രെഡ് പൊരിച്ചൊക്കെ കൊണ്ടുതരുമായിരുന്നു. അപ്പോൾ പണ്ടേ എല്ലാവർക്കും ഇഷ്ടമുള്ള പോലെ തന്നെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പഴം കിട്ടുമെങ്കിലും അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ. അതും എപ്പോഴെങ്കിലും ഓണത്തിനും കൊല്ലത്തിലും ഓണത്തിനും വിഷുവിനൊക്കെ കിട്ടത്തുള്ളൂ. അങ്ങനെ 2-3 തവണയൊക്കെ നമുക്ക് വല്ലപ്പോഴും കിട്ടിയാലായിട്ടോ. അപ്പോൾ ഞാനൊരു വീഡിയോ FBയിൽ കണ്ടതാണ്, ഇങ്ങനെ കുഞ്ഞിപ്പഴം വെച്ച് ഉടച്ചിട്ട് നമ്മൾ പഴംപൊരിയുടെ മോഡലാക്കി എടുക്കുന്നു. പഴംപൊരി ആണെന്ന് വെച്ചാൽ പഴംപൊരി എന്നല്ല, തട്ടിക്കൂട്ട് പഴംപൊരി എന്ന് പറയാം. അപ്പോൾ കുറച്ച് ഇതേപോലെ ഞാൻ കുഞ്ഞിപ്പഴം എടുത്ത് ഉടച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മുടെ മൈദപ്പൊടിയും പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 4-5 സ്പൂൺ പഞ്ചസാര ഇട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് ഇത്തിരി ഒരു നുള്ളു ഉപ്പ് പേരിന് മാത്രം ഇട്ടാൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ലപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കോരി ഒഴിക്കണം. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത്യാവശ്യം വെള്ളം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെന്താ കോരി ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ടേസ്റ്റ് നല്ല അപാര ടേസ്റ്റായിരുന്നു. പക്ഷേ എന്താ പറയണ്ടേ, പഴംപൊരി ആണോ എന്ന് വെച്ചാൽ പഴംപൊരി എന്ന് പറയാൻ പറ്റില്ല, തട്ടിക്കൂട്ട് പഴംപൊരി എന്നേ പറയാൻ പറ്റില്ല. പക്ഷേ ടേസ്റ്റ് പഴംപൊരിയുടെ അതേ ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്തുകൊണ്ടും പിന്നെ പഴത്തിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ് പിന്നെ പഞ്ചസാര അങ്ങനെ എല്ലാം കൂടെ ഒരു തട്ടിക്കൂട്ടി പഴംപൊരി. അപ്പോൾ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. വല്ലപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാനത് ഒഴിച്ച് അതൊന്ന് വേവിച്ച് നല്ലപോലെ എണ്ണയെടുത്തില്ല കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാനാണ്, അതിലേക്ക് ഞാൻ ഇത്രയും ഈ കാണുന്ന അത്രയും എണ്ണ എടുത്തുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ അത് മറിച്ചിടുമ്പോഴേക്ക് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 2 ഭാഗം ഒന്ന് വേവിച്ച് പിന്നെ അങ്ങ് കോരിയെടുക്കലാണ്. അത്യാവശ്യം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ബ്രൗൺ കളറായി ഞാനൊന്ന് കോരിയെടുക്കുന്നുണ്ട്. പഴംപൊരിയുടെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പഴംപൊരി ആണോയെന്ന് വെച്ചാൽ പഴംപൊരി എന്ന് പറയാൻ പറ്റില്ല, എന്നാലും പഴംപൊരി അല്ലാത്ത നമ്മുടെ പഴംപൊരി എന്ന് പറയാം. അങ്ങനെ ഞാൻ ഓരോന്നോരോന്നായി കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ വാർന്ന് കിട്ടാൻ വേണ്ടി ഞാൻ ഈ ഒരു അരിപ്പക്കയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അരിപ്പക്കയിൽ ഞാൻ ഇതേപോലെ ഇട്ട് നമ്മുടെ തട്ടിക്കൂട്ട് പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു 3 പഴം വെച്ച് ഉണ്ടാക്കി നോക്കിയപ്പം അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം ബാക്കി ഒരു 4-5 പഴം കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ചെറിയ പഴം. അതും വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കി. അങ്ങനെ ചായക്ക് നല്ല കുശാലായിരുന്നു. ഉണ്ടാക്കി വെച്ചത് എങ്ങോട്ട് പോയെന്നറിയില്ല. അങ്ങനെ ദേവൂട്ടി കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മളെല്ലാവരും ചായയും കൂട്ടിയൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ രാത്രി ആയപ്പോഴേക്കും ഇത്തിരി പുലാവ് ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. പുലാവ് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ പുലാവ് ഉണ്ടാക്കിയത്. അങ്ങനെ അടിപൊളി പുലാവും നമ്മുടെ ചോറുമാണ്. എല്ലാം കയ്യിൽ നിന്ന് പോയിട്ടോ. നമ്മുടെ ബീഫ് പുലാവാണ് കേട്ടോ ഇന്ന്. ബീഫ് കറി ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ സാധാരണ പുലാവ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അരിയൊക്കെ ഇട്ടിച്ച് വേവിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ബീഫേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നമ്മുടെ പഴംപൊരി.